ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ജ്യൂസിയും അതുപോലെ തന്നെ വളരെ ക്രഞ്ചിയും ടേസ്റ്റിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മയോ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള ബ്രെഡ് എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വീറ്റ് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അതിലും തയ്യാറാക്കി എടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടല്ലോ വലിയ സൈസിലുള്ളത്, അതാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ട കാര്യമാണ് ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ്. എന്നിട്ട് നല്ലതുപോലെ തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നല്ല നൈസായിട്ടൊന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഈ ഒരു അളവിൽ മാത്രമേ പാടുള്ളൂ. ഒരുപാട് സവാള ആകാൻ പാടില്ല. എങ്കിൽ പിന്നെ നല്ലതുപോലെ സോഗിയായി പോകും നമ്മുടെ ഈ സാൻഡ്വിച്ച്. അതിൻ്റെ പേരിലാണ്. സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് ക്യാപ്സിക്കം കൂടി. അപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് സ്വീറ്റ് കോണും കൂടി. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ കോൺ ഉണ്ടാവുന്നതല്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമേ ഇല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് മയോനൈസാണ്. വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മയോനൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എഗ് മയോനൈസും എഗ്ലെസ് മയോനൈസും 1 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പിന്നീട് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ ഒരളവിൽ നമുക്ക് എത്രത്തോളം മയോനൈസ് വേണോ ആ ഒരളവിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് ചീസും കൂടി. ചീസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. സ്ലൈസ് ആയിട്ടുള്ള ചീസാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യൂബ് ചീസ് എടുക്കാം. അതുപോലെ തന്നെ മൊസറല്ല ചീസോ ഏതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ആ അളവും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സും കൂടിയാണ്. ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരല്പം മാത്രം ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും കട്ടിക്ക് വേണം നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിക്ക് ഒരുപാട് മയനൈസ് കൂടി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് ചീസും കൂടി പോകണ്ട. ഇതുപോലെ എല്ലാം ഒന്ന് കോട്ട് ചെയ്തിരിക്കുന്നത് പോലെ വേണം നമ്മളൊന്ന് മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ടൊമാറ്റോ സോസ് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കി വളരെ നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനത് പിന്നീട് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. ഇനി വേണ്ടത് ഓരോ ബ്രെഡും ഒന്ന് കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഒരല്പം ടൊമാറ്റോ സോസിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കൂടിപ്പോകണ്ട. ഇനി വേണ്ടത് നമ്മളിതാ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഫില്ലിങ്ങും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് പതുക്കെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇത്രയും കട്ടിക്ക് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെക്കാൻ പാടുള്ളൂ. ഒരുപാട് ഫില്ലിങ് വെക്കരുത്, എങ്കിൽ പിന്നെ ഒരുപാട് സോഫ്റ്റ് ആയി പോകും നമ്മുടെ ഈ സാൻഡ്വിച്ച്. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരല്പം സ്പൂണിലേക്ക് ബട്ടർ ഒന്ന് എടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 2 സൈഡിലും നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എപ്പോഴും സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ബട്ടറിൽ തയ്യാറാക്കുന്നതാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് നേരെ ഒന്ന് ഫ്രൈയിങ് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് വേണം നമ്മളെപ്പോഴും സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ബ്രെഡൊക്കെ നല്ലതുപോലെ ഒന്ന് പതുക്കെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ മാറി കിട്ടും. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ അത്രയും ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവില്ല.
ഇതിൻ്റെ ഒരു സൈഡൊന്ന് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് പുറത്തേക്ക് വെച്ചിരിക്കുന്ന ആ ബട്ടറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങും. ഇതുപോലെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതിനുള്ളിലേക്ക് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ അങ്ങ് പുറത്തേക്ക് പോകും. അതിൻ്റെ പേരിലാണ്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ഇതുപോലെ നമുക്ക് സാൻഡ്വിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതായത് നല്ല ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഒന്ന് മുരിച്ചെടുക്കാം. അതല്ല ഇച്ചിരി സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പേ തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. 2 സൈഡും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റിയും അതുപോലെ തന്നെ ജ്യൂസിയും ക്രിസ്പിയും ഒക്കെ ആയിട്ടുള്ള സാൻഡ്വിച്ചാണെന്ന്. ഉറപ്പായിട്ട് എല്ലാവരും വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങിയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിയേക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. വീട്ടിൽ പ്രത്യേകിച്ച് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് സർപ്രൈസ് ആക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലത് ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ friends.